10-11 കൊല്ലമായി ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ഈ ക്ലാസ് എടുത്തതിൽ എനിക്ക് കുറേ നല്ല നല്ല അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് ക്ലാസ് എടുക്കാൻ. എനിക്ക് ഏറ്റവും നല്ല അവസരം കിട്ടിയ എപ്പോഴാണെന്ന് നമ്മൾ കോഴിക്കോട് ഭ്രാന്താശുപത്രിയിൽ എന്നെ ക്ലാസ് എടുക്കാൻ വിളിച്ചു. ഇതെന്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കിയില്ല. എനിക്ക് വരാന്താണോ അല്ലെങ്കിൽ എന്തോ എന്നെ വിളിച്ച്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ കണ്ണ് തുറന്നു പോയൊരു നിമിഷം ഏതാണെന്ന് ഞങ്ങൾ ആ ഭ്രാന്താശുപത്രിയിൽ ക്ലാസ് എടുത്തതാണ്. ഞാൻ പോയ ഭ്രാന്താശുപത്രിയിൽ 1 കൊല്ലം കൊണ്ട് 1400 ചില്ലാനും ആളുകൾ ഭ്രാന്തിൻ്റെ ചികിത്സ തേടി ആ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. അതിൽ 600 ചില്ലാനും ആളുകളുടെ പ്രായം കേട്ടാൽ ഞങ്ങൾ കസേരം ഒന്ന് താഴെ വീഴരുത്. 17 വയസ്സിന് താഴെയുള്ള മനുഷ്യജന്മങ്ങളാണ്. എത്ര വയസ്സിന്? 17 വയസ്സിന് താഴെയുള്ള 400 ചില്ലാനും അല്ലെങ്കിൽ അതിലേറെ. അത് ആ ഹോസ്പിറ്റലിൽ മാത്രമാണ്. അത്രയേറെ ഭ്രാന്ത് സൃഷ്ടിക്കുന്നൊരു ഉപകരണമായിട്ട് ഇത് മാറിയിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ബോധമുണ്ടോ? എന്തുകൊണ്ടാണ് മക്കൾ നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാത്തത്? എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ ഈ സ്വഭാവം. എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ മക്കൾ എന്തെല്ലോ അന്ന് തെളിയിക്കേണ്ട എന്തെല്ലോ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് എൻ്റെ മോൻ എന്നാണ് എൻ്റെ ഭാര്യ പറയുന്നത്. അപ്പം വീട്ടിൽ ആൾ വരുമ്പോൾ ഐറ്റം ഓള് പറയുകയാണേ, ഇവൻ വിട്ട് തിന്നൂലപ്പ, ഇവൻ കൊയക്കട്ടേ തിന്നു, എന്നിട്ട് എനക്കുണക്കപ്പിട്ട് അതിന് കൊയക്കട്ട. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എൻ്റെ ചെക്കൻ നന്നാവോ ചീത്തയാവോ? ശരിക്കും എൻ്റെ ഭാര്യ എന്നാ പറയേണ്ടത്? ഇവിടെ എൻ്റെ അച്ഛൻ വിട്ടല്ലേ തിന്നുന്നത്, അപ്പോൾ എനിക്ക് വിട്ട് തിന്നാൽ എന്താ? എനിക്ക് കൊയക്കട്ട വേണേൽ മറ്റന്നാൾ എല്ലാവർക്കും കൂടി ഉണ്ടാക്കാം. അത് കണ്ടു വളരുന്ന കുട്ടിക്ക് അച്ഛൻ തിന്നുന്ന സാധനം തിന്നണമെന്ന് തോന്നുന്നില്ലയോ? പറഞ്ഞോളി. അപ്പോൾ നമ്മളെ മക്കൾ നമ്മളെങ്ങനെ ചെറുപ്പത്തിൽ പോയിട്ട് വീഴുമ്പോഴൊക്കെ അങ്ങ് ബേജാറാകുന്ന നമ്മളെ കുട്ടി ഒന്നും തെറ്റൊന്നും ചെയ്യാത്ത ബൊമ്മ കുട്ടി. അപ്പോൾ തെറ്റാണെന്ന് ഏത് പ്രായത്തിൽ ബോധ്യപ്പെടുത്തണം? എൻ്റെ അച്ഛനതിൽ ഭയങ്കര മനുഷ്യൻ. എൻ്റെ അച്ഛൻ എന്നൊക്കെ ഇഷ്ടമല്ലെങ്കിലും എൻ്റെ ചെക്കന്മാർ വീട്ടിൽ നിന്ന് കുരുത്തക്കേട് കളിക്കുമ്പോൾ എൻ്റെ ഭാര്യ എപ്പോൾ മക്കളെ പക്ഷത്തായിരിക്കും. നിങ്ങൾ ആരുടെ പക്ഷത്തായിരിക്കും? നിങ്ങളെ മക്കൾ കുറ്റം ചെയ്യില്ല എന്നല്ലേ പറയും. എൻ്റെ മക്കൾ ഇങ്ങനെ ഓടിക്കളിക്കുമ്പോഴൊക്കെ കസേലയെല്ലാം തട്ടി വീഴും. അപ്പം എൻ്റെ ഭാര്യക്കുള്ള സൂക്കേടെന്ന് പറയാം, കസേലേനെ 2 അടിയങ്ങ് അടിക്കുക. കസേല എന്തിനാടാ ഇങ്ങനെ എൻ്റെ മോനെ വീപ്പിച്ചെന്ന് പറയുമ്പോൾ പൊട്ട എന്ന് പറഞ്ഞ് ചിരിച്ചേക്കും. അപ്പം ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, ആ കുട്ടീൻ്റെ മനസ്സിൽ അമ്മ പൊട്ടത്തിയാന്നുള്ള ചിന്ത ഉണ്ടാവില്ലേ? ആ ചെക്കൻ അറിഞ്ഞൂടെ അവൻ തട്ടിയിട്ടാ വീണേന്ന്. ഇത് അങ്ങനെ തുടർന്നപ്പോൾ ഇവൻ വീഴുക, ഭാര്യ വടിയെടുത്ത് അടിക്കുക, ഇവൻ ഇങ്ങനെ പുച്ഛിച്ചുകൊണ്ട് പോവുക. ഇത് എൻ്റെ അച്ഛൻ കണ്ടപ്പോൾ അച്ഛനില്ല, ഒരൊറ്റ അങ്ങ് ഈ ചെക്കനങ്ങ് പൊട്ടിച്ചങ്ങ് ഇട്ടുകൊടുത്ത് എന്ന് പറഞ്ഞ് അങ്ങ് കിട്ടിയപ്പോൾ ഇവൻ ഒരു അങ്ങ് ഞെട്ടിപ്പോയി. ഭാര്യ വന്നപ്പം ഭാര്യ ഇങ്ങനെ എൻ്റെ മോനെ എന്തിനാ അടിച്ചതെന്നുള്ള വാദം നിൽക്കുമ്പോൾ ഈ കസേര ഞാൻ 12 കൊല്ലമായി വാങ്ങിയിട്ട്, എൻ്റെ മോനാണിത് തട്ടിയിട്ടത്, ഇനി എന്തിനാണ് എൻ്റെ കസേരനെ തല്ലിയത്? എനിക്കും കിട്ടും ഓനും കിട്ടും എന്ന് പറഞ്ഞ പോലെ ചെക്കൻ കരച്ചെല്ലാം നിർത്തി ഒറ്റ ഓട്ടാ കണ്ടത്തിലേക്ക്. എന്താണെന്നറിയോ? ഓന് കിട്ടുന്ന ഉറപ്പാ. കാരണം ഓനാ തട്ടിയിട്ട കസേല, ചൊട്ടയിലെ ശീലം. പിന്നെ ഓൻ ഇന്നൊരു കസേര തട്ടിയിട്ടില്ലല്ലോ. പക്ഷെ അതിന് മുമ്പേ ഓൻ എപ്പം തട്ടിയിടും. ഭാര്യ ഓടി വന്നിട്ട് കസേര തന്നെ അടിക്കും. എന്തോന് നല്ല കൊശുവായിപ്പോയി. അപ്പം തെറ്റ് കണ്ടാൽ ശിക്ഷ ആർക്കാ കിട്ടേണ്ടത്? തെറ്റ് ചെയ്തോനല്ലേ. പക്ഷെ നിങ്ങളെ മക്കളെ തെറ്റ് തിരുത്താൻ, നിങ്ങളെ മക്കളെ തെറ്റായ രീതിയിൽ നടക്കുമ്പോൾ തിരുത്താൻ ഇനി 5 വയസ്സ് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് കാര്യമില്ല. ഏത് വയസ്സ് മുതൽ നോക്കണമായിരുന്നു? 12 വയസ്സുകാർ പ്രണയിക്കുന്നുണ്ടെങ്കിൽ 4 വയസ്സ് മുതൽ ആ കുട്ടീനെ പ്രണയം എന്താണെന്നും മാനം എന്താണെന്നും നമ്മൾ പഠിപ്പിച്ചില്ല എന്നാ. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്നറിയോ, നിങ്ങളെ മക്കൾ ഒരിക്കലും നശിച്ചു പോകുന്ന കുട്ടിയല്ല. ആ കുട്ടിയെ നശിപ്പിക്കുന്നതാണ് ആര്? ഇവിടുത്തെ സിസ്റ്റവും നമ്മളും കൂടിയിട്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മളെ മക്കളെ ഇന്ന് തൊട്ടിട്ട് ഇനി ഞാൻ പറയുന്ന കളവാന്ന് തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? നിങ്ങളെ മക്കളെ ചെറുപ്പത്തിൽ ശീലിപ്പിച്ച ശീലാവില്ല എന്ന് തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? ഞാൻ ഒറ്റ ഉദാഹരണം പറയും. ഈ മുസ്ലിം കമ്മ്യൂണിറ്റി ആരെങ്കിലും ഉണ്ടാ? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടാ? നിങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും നോക്ക്. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും പള്ളിയിൽ പോകും. ശരിയാണോ തെറ്റാണോ? ക്രിസ്ത്യൻ വിഭാഗത്തിൽ രാവിലെ 8 മണി എന്ന് പറഞ്ഞൊരു സമയമുണ്ടെങ്കിൽ ഓല് പള്ളിയിൽ പോയിരിക്കും. ഇല്ലെങ്കിൽ അന്ന് ഭൂമി അവസാനിച്ചെന്ന് അർത്ഥം. സൺഡേയിൽ അല്ലേ? ശരിയല്ലേ? എങ്ങനെയാ സാധിക്കുന്നത്? നിങ്ങൾ പറയും മദ്രസ പഠനാന്ന്. മദ്രസ പഠനം 5 വയസ്സിൽ തുടങ്ങുമ്പോൾ അതിൽ എന്തെല്ലാം പറയുന്നുണ്ട്? ഉമ്മയുടെ കാൽ കീഴിലാണ് സ്വർഗം, ലഹരി അരുത്, അന്യനെ സ്നേഹിക്കണം, എന്തൊക്കെ പറഞ്ഞു. അതൊന്നും ആരും അനുസരിക്കുന്നില്ല. ഈ മതത്തിൻ്റെ കാര്യങ്ങൾ മാത്രം വളരെ കൃത്യമായി ഒരു ഫോളോ ചെയ്യുന്നു. എന്തുകൊണ്ട്? വളരെ സിമ്പിളാ ലോജിക്ക്. ആ കുട്ടി ജനിക്കുമ്പോൾ മുതൽ ആ കുട്ടീൻ്റെ അച്ഛനും അമ്മയും ഉമ്മയും ഉപ്പയും കൂട്ടുകാരും പള്ളിയിൽ പോകുന്നത് കണ്ടു വളരുന്ന കുട്ടിക്ക് പള്ളിയിൽ പോകാതിരിക്കാൻ കഴിയില്ല. സംഭവം മനസ്സിലായ? ഇനി പറ നിങ്ങളെ മക്കളെങ്ങനെ കള്ളനായത്? നിങ്ങൾ 4 വയസ്സ് മുതൽ അതിൻ്റെ തോന്നിയ പോലെ എൻ്റെ ചങ്ക് പൊട്ട ഇങ്ങനെ പറഞ്ഞിട്ട് ആ കുട്ടീനെ തെറ്റുകൾ തിരുത്താതിരിക്കുമ്പോൾ, ചേർത്ത് പിടിക്കാതിരിക്കുമ്പോൾ ആ കുട്ടി എല്ലാം ശരിയാണെന്ന് കരുതി അതിൻ്റെ ലോകത്തേക്ക്, അന്തം വിട്ട ബുദ്ധിയാണല്ലോ ഈ കുട്ടിക്ക്, ആ ലോകത്തേക്ക് ഇങ്ങനെ പറക്കും. അതുകൊണ്ടാണ് നിയമം പറഞ്ഞത് നിയന്ത്രിക്കണം.
ഇനി പറ നിങ്ങളെ മക്കൾ നശിച്ചു പോകുന്നതിന് ആർക്കാ ഉത്തരവാദിത്വമുള്ളത്? നമുക്കാണ്. ഒരു രാഷ്ട്രീയ കക്ഷികൾക്കും സാംസ്കാരിക സംഘടനകൾക്കും എല്ലാം അതിന് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് നമുക്ക് സിസ്റ്റം തിരുത്തണം. ഇനി സിസ്റ്റം തിരുത്താൻ നിങ്ങൾ നിൽക്കണ്ട. ഇന്ത്യ നന്നാക്കാനൊന്നും തൽക്കാലത്തേക്ക് നിങ്ങൾ മെനക്കണ്ട. അതിനെല്ലാം ഇവിടെ മിടുമിടുക്കനായ ആളുണ്ട്. കേരളം നന്നാക്കാൻ നിങ്ങൾ നിൽക്കണ്ട, അതിനും മിടുമിടുക്കനായ ആളുകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഈ പഞ്ചായത്ത് നന്നാക്കാൻ നിങ്ങൾ നിൽക്കണ്ട, അതിനും മിടുമിടുക്കനായ ആൾക്കാരുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ നന്നാവണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങളുടെ വീട് നന്നാക്കി കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ വീട് സുരക്ഷിതമാണോ? യെസ് ഓർ നോ? ഒറ്റ കുട്ടി മിണ്ടുന്നില്ലല്ലോ. യെസ്, ആ കുട്ടിക്ക് തോന്നി. മനസ്സിലായില്ല? നിങ്ങൾക്കൊന്നും തോന്നി? നിങ്ങളെ വീട് അതാ പറഞ്ഞ എല്ലാവരുടെ ഉള്ളിലൊരു കള്ളത്തരുണ്ട് കേട്ടോ. എന്നാൽ എന്തോ ഒരു ശരിയല്ല എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ മിണ്ടാത്തത്. അവിടെ ഇന്നു മുതൽ നിങ്ങളെ വീട് എന്താണോ ഒറ്റ ഉദാഹരണം പറഞ്ഞു. ഞാനീ പറഞ്ഞതിനെല്ലാം ഞങ്ങൾ സംസാരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നോ, അറിവ് എന്ന് പറയുന്ന സാധനം കണ്ടറിവാണ്. കണ്ണുകൊണ്ട് കണ്ട അറിവ് കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ബുദ്ധിയുള്ളവരല്ല, ശാസ്ത്രീയമായിട്ട് നിങ്ങൾ വേറെ സംസാരിപ്പിക്കണം. ഞാൻ ഈ 10ാം ക്ലാസ് ഇന്ത്യൻ സൈബർ നിയമത്തിൽ പറയുന്നുണ്ട് 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്വതന്ത്രമായി മൊബൈൽ ഫോൺ കൊടുക്കരുത്. നിങ്ങളെ മൊബൈൽ ഫോൺ കുട്ടി വിളിക്കാൻ ഉപയോഗിക്കട്ടെ. പഠിക്കാൻ നല്ലൊരു കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റ് കണക്ഷനും 4 വയസ്സ് മുതൽ കുട്ടിക്ക് കൊടുക്കണം. മനസ്സിലായില്ലേ? പഠിക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ തന്നെ എന്തിൻ്റെ മുമ്പ് കൊണ്ടുപോയി ഇരുത്തണം പറ? കമ്പ്യൂട്ടറിൻ്റെ മുമ്പ് കൊണ്ടുപോയിരിക്കണം. വിളിക്കാൻ വേണ്ടി, കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി എന്തിനു ഉപയോഗിക്കണം പറഞ്ഞോ? അത് കുട്ടി അനുസരിക്കണമെങ്കിൽ ആര് ചെയ്യണം? ആദ്യം വീട്ടിൽ അച്ഛനും അമ്മയും കൊണ്ടു നടക്കണം. ഞാനൊരു കാര്യം കൂടി പറയാം. ഈ ഫോണിൻ്റെ ഏറ്റവും വലിയൊരു ഭീകരതയും കൂടി നിങ്ങളെ പ്രൂവ് ചെയ്ത് തരട്ടെ ഞാൻ. അമ്മ നിങ്ങൾക്ക് പണ്ട് കാലത്ത് എല്ലാത്തിനും സമയം ഉണ്ടേനു അല്ലേ? ഇപ്പം ഉണ്ടോ? ഇല്ല. നിങ്ങൾക്ക് എല്ലാത്തിനും സമയം ഉണ്ടാ? നിങ്ങൾക്ക് അമ്മ ഉണ്ടോ വീട്ടിൽ? അമ്മ ഇപ്പം എത്ര 60 വയസ്സിന് മേലുള്ള അമ്മ ഉണ്ടാ? അമ്മ പറയാറുണ്ടല്ലോ, വെള്ളമെല്ലാം കോരി വിറകെല്ലാം മുറിച്ച് 4 എണ്ണത്തിനെ കുളിപ്പിച്ച് അലക്കി, കൈകൊണ്ട് അലക്കി, ഇങ്ങനെയൊക്കെ അമ്മ പറയും. പക്ഷെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ ഉണ്ടായിട്ടും മോട്ടർ ഉണ്ടായിട്ടും അടിച്ചു വരുന്ന മെഷീൻ ഉണ്ടായിട്ടും നിങ്ങൾക്ക് സമയമില്ല. ശരിയാണോ തെറ്റാണോ? കുട്ടിക്ക് പഠിക്കാനൊന്നും സമയമില്ല. എല്ലാവർക്കും സമയമില്ല. ശരിയാണോ തെറ്റാണോ? നിങ്ങളുടെ സമയം എവിടെയാ പോയത്? ഈ ലോകം ഉണ്ടായ അന്നു മുതൽ ഇന്ന് വരെ 24 മണിക്കൂറാണല്ലോ. പ്രധാനമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ഭരണ നേതാവിനും ഒക്കെ 24 മണിക്കൂറല്ലേ? നമ്മുടെ സമയം എടുപ്പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേരളത്തിലുള്ള ഒരു സാധാ മനുഷ്യൻ മൊബൈൽ ഫോണിൽ 5 to 6.5 മണിക്കൂർ വരെ തോണ്ടിക്കളിക്കുന്നുണ്ട് എന്നാണ് പുതിയ കണക്ക്. ഇനി പറ, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സമയമില്ലാത്തത്? മക്കളെ ചേർത്ത് പിടിക്കാൻ എന്താ സമയമില്ലാത്തത്? മക്കളെ ചേർത്ത് പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയങ്ങൾ ചേർത്ത് പിടിക്കുന്ന, തോണ്ടിക്കളിക്കുന്ന സാധനത്തിൻ്റെ പേര് മൊബൈൽ ഫോൺ എന്നാണ്. പിന്നെ എങ്ങനെ നമ്മളെ മക്കൾ നന്നാകുക? അതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ സാധനത്തിനെ ഒരു ഉപകരണം പോലെ ഉപയോഗിക്കാൻ നിങ്ങൾ പഠിക്കണം. ഇതൊരു ഉപകരണമാണ്. വിപ്ലവകരമായ ഒരു കണ്ടുപിടുത്തം. നല്ലോണം ഉപയോഗിച്ചാൽ ഇത്രയും നല്ലൊരു സാധനം ഇല്ല. അതേസമയം അറിയാതെ ഇത് ഉപയോഗിച്ചാൽ ഇത്രയും വൃത്തികെട്ട വേറൊരു സാധനം ഈ ലോകത്തില്ല. വീട്ടിൽ സ്വസ്ഥതയില്ലാത്ത, വീട്ടിലും സ്കൂളിലും സ്വസ്ഥതയില്ലാത്ത കുട്ടിക്ക് സ്വസ്ഥത കിട്ടുന്ന ഏക സ്ഥലം കളിക്കളമാണ്. ആ കളിക്കളം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുത്തിട്ടില്ല എങ്കിൽ ആ കളിക്കളമാണ് ലഹരിയായും പ്രണയമായും കള്ളായും കഞ്ചാവായും നിങ്ങളെ മക്കളെ പിടിച്ചുലയ്ക്കുന്നത്. സിമ്പിളാ ലോജിക്ക്. ഞാനും കളിക്കളത്തിലേക്ക് പോയത് കൊണ്ടാണ് കഞ്ചാവിലേക്കും സിഗരറ്റിലേക്കൊന്നും പോവാതിരുന്നത്. ശരിയാണോ തെറ്റാണോ? അതുകൊണ്ട് നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടുന്ന സ്ഥലം എവിടെയാ? നല്ലൊരു കളിക്കളം കൊടുക്കണം. ഡാൻസോ കരാട്ടയോ കുങ്ഫോ പാട്ടോ എന്തെങ്കിലും ഒരു 3ാം ഇടം, വീടിനും സ്കൂളിനും അപ്പുറത്ത് ഒരു 3ാം ഇടം നമുക്ക് സൃഷ്ടിക്കണം. അങ്ങനെ കുട്ടി 3ാം ഇടത്തിൽ വളർന്നു വരുന്നൊരു കുട്ടിയും സ്വാഭാവികമായും നശിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഫ്രണ്ട്സുകളും അവൻ്റെ കളിക്കളത്തിൽ ക്രിക്കറ്റിനനുസരിച്ചാണെങ്കിൽ ക്രിക്കറ്റ് കളിക്കട്ടെ. വീട്ടിൽ പറ്റുവാണെങ്കിൽ ഒരു പെറ്റിനെ വളർത്ത്. പെറ്റ്, നായോ പൂച്ചയോ പശുവോ ആടോ എന്തെങ്കിലും. എനിക്ക് എൻ്റെ മോക്ക് ഞാൻ വാങ്ങിക്കൊടുത്ത് പോത്താട്ടോ. നല്ല രസമാട്ടോ. ശരിക്കും ഞാൻ വിചാരിക്കുന്നത് എൻ്റെ മക്കളിൽ ഒരു പോത്തായാൽ മതി എന്നാണ്. പോത്തിൻ്റെ അടുത്തേക്ക് ഒരു നായും പോകില്ല കേട്ടോ. പോത്തിന് ആലയും വേണ്ട, ഒരു കുന്തവും വേണ്ട. പോത്തിൻ്റെ അടുത്ത് ഏതെങ്കിലും നായി പോത്തിനെ കഴിച്ചാൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഏതെങ്കിലും കുറുക്കൻ പോത്തിനെ കഴിച്ചാൽ? പോത്തിൻ്റെ അടുത്ത് വന്നിക്കണ്ട പോത്ത് ചവിട്ടി ഓടിച്ചെല്ലും. പക്ഷെ പോത്തിനെ പോലെ സ്നേഹമുള്ളൊരു ജീവിനെ ഞാൻ കണ്ടിട്ടില്ല. 4 കാലിന് എൻ്റെ മക്കൾ സ്കൂളിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുന്ന ഒരു പോത്തുണ്ട് എൻ്റെ അട. സ്കൂളിലെ വിശേഷങ്ങളെല്ലാം കുട്ടി പറയുന്നത് പോത്തിനോടാ. ശരിക്കും ഇതാരോടാ പറയേണ്ടത്?
എൻ്റെ ഭാര്യയോടല്ലേ പറയേണ്ടത്, എന്നോടല്ലേ പറയാം. പക്ഷേ ഇവര് ഓളോട് പറയുമ്പോൾ അപ്പടോട് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് കുട്ടി പറയാൻ നിൽക്കൂല. ഇവർ സ്കൂളിൽ നിന്ന് വന്നിട്ട് പോത്തിൻ്റെ മേത്ത് കിടന്നിട്ട് പോത്തെ മറ്റോ വന്ന് അപ്പാട് ഞാൾ കൊടുത്ത് പോത്തില്ലേ ഇങ്ങനെ പറയും. കഴിഞ്ഞ പരീക്ഷയ്ക്ക് കണക്കിൻ്റെ പരീക്ഷയ്ക്ക് എൻ്റെ 2 കാണുന്നില്ല. ഭാര്യ പറഞ്ഞ് ഒളിച്ചോടി. ഞാൻ നോക്കുമ്പോൾ ഒളിച്ചോടിക്കില്ല, ഇടുന്നു കുറുകുറു എന്നുള്ള വെച്ചാൽ നോക്കുമ്പോൾ ഇത് രണ്ടും പോത്തിൻ്റെ അടുത്ത് ഇങ്ങനെ പോയി കെടുത്തിട്ട് പറയാം പോത്തെ ചൊങ്കൻ എന്നതിൻ്റെ പേര് ചൊങ്ക കണക്കിൻ്റെ പരീക്ഷയാ, ഉഷ ടീച്ചർ കൊല്ലും, തോറ്റാൽ അമ്മയും കൊല്ലും. ഈ പോത്ത് തല ആ മക്കളുടെ ചുമലിൽ വെച്ചിട്ട് ഇങ്ങനെ സാരയില്ലടാ ചങ്കനില്ലേ കൂടെ എന്നുള്ള രീതിയിൽ പോത്ത് സംസാരിക്കുക. മനസ്സിലായില്ലേ? നമ്മൾ വരുന്നവരെ കാത്തിരിക്കുന്ന പോത്ത്. ഞാൻ ശരിക്കും വിചാരിച്ച കോനാലിരിക്കുമ്പം കല്യാണമൊന്നും കഴിക്കണ്ടേനു. നമ്മളോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന, സാന്ത്വനമേകുന്ന, ചുമല് നൽകുന്ന ഒരു പോത്തിനെ കഴിച്ചാൽ മതിയായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം നമ്മളെ ആശ്വസിപ്പിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യജന്മം നമ്മളെ വീട്ടിലില്ല എങ്കിൽ നമ്മൾ മറ്റു സ്ഥലം തേടി പോകും. അത് പ്രണയമാണ്, കഞ്ചാവാണ്, കള്ളാണ്. അതാണ് ഇവിടുത്തെ വിഷയം. എൻ്റെ വിഷയം അതാണ്. അവിടെ നമ്മളെ മക്കളെ കലയോട് ചേർത്ത് നടത്തണം, സ്പോർട്സിനോട് ചേർത്ത് നിർത്തണം. രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളിൽ നിങ്ങളെ മക്കൾ വളരെ സജീവമായി പ്രവർത്തിക്കണം. അങ്ങനെ മനുഷ്യനായി തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന മനുഷ്യനായിട്ട് നമ്മളെ മക്കളെ മാറ്റണം. ഓക്കെ, നിങ്ങളവിടെ എല്ലാ കാര്യത്തിനും പോലീസുണ്ട്, ഒന്നും പേടിക്കരുത്. 4 വയസ്സ് മുതൽ കുട്ടീനെ നിയമം പഠിപ്പിക്കാൻ നിങ്ങൾ റെഡിയാവണം. അതുകൊണ്ട് ഇന്ന് മുതൽ ഇവിടുന്ന് പോകുന്ന എല്ലാവരും, കേരള പോലീസിന് നിങ്ങളെ മാനത്തിനും അഭിമാനത്തിനും നല്ല വിലയുണ്ട്. ഇവിടുന്ന് പോകുന്ന എല്ലാവരും പോലീസിൻ്റെ ഏറ്റവും പുതിയ ആപ്പായ പൊല്ലാപ്പ് ഡൗൺലോഡ് ചെയ്യണം. എല്ലാവരും പൊല്ലാപ്പ് എന്നാണ് ഞാൻ അതിനിട്ട പേര്, POLAPP. എന്താ പേര്? സ്ത്രീകൾ എന്തായാലും ഡൗൺലോഡ് ചെയ്യണം. ആണുങ്ങളെ നിങ്ങളും ചെയ്തോളി, പോലീസിൻ്റെ എല്ലാ സർവീസ് ഫയലുണ്ട്. സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയോ? നിങ്ങളെ ബസ്സിൽ നിന്ന് ആരെങ്കിലും തോണ്ടിയാൽ, റോഡുമ്മ കൂടി ഏതെങ്കിലും ഉണ്ടക്കണ്ണം ഫോളോ ചെയ്താൽ, വീട്ടിൻ്റെ ജനവാതിലിൻ്റെ അടുത്ത് ഒരു കള്ളനെ പോലത്തെ ഒരുത്തം നിന്നാൽ ഭയക്കരുത്, ബോധം കെട്ട് വീഴരുത്. പോളാപ്പ് തുറക്കുക, നടുവിലത്തെ SOS ബട്ടൺ ഒരു ഞെക്കുക. 7ാമത്തെ മിനിറ്റിൽ പോലീസ് നിങ്ങളെ വിളിക്കും. അപ്പം നിങ്ങൾ പറഞ്ഞ ഉണ്ടക്കണ്ണം ബസ്സിൽ നിന്ന് തോണ്ടുന്നു, ഒരുത്തൻ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, ജനേലൻ്റെ അടുത്ത് മുയിച്ച് നിൽക്കുന്നുണ്ട് എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഈ സംസാരം ഫോളോ ചെയ്തിട്ട് പോലീസ് വന്നിട്ട് നിങ്ങളെ രക്ഷിക്കും. പോരെ? അത്രയേറെ. ശരിക്കും ഷിംജിത പയ്യന്നൂരിൽ നിന്ന് ബസ്സിൽ നിന്ന് ഒരു ഷിംജിതനെ ഒരുത്തൻ തോണ്ടീനേനു. ഷിംജിത എന്താ ചെയ്തേ? ഗെയ്സ് തോണ്ടുകയാണ്, ഗെയ്സ് ഇതാ ഗെയ്സ്, കൈ എൻ്റെ വയറ്റിൽ വരികയാണ് ഗെയ്സ്. ഓള് ഇൻസ്റ്റാഗ്രാമിലിട്ടപ്പോൾ 45 ലക്ഷം ആൾ ഒരു ദിവസം കണ്ട്. ഞാനും കണ്ട്. പക്ഷെ പിറ്റേ ദിവസം ആ ചെക്കൻ്റെ അമ്മ ഇത് കണ്ടപ്പോൾ ആ ചെക്കനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇനി എൻ്റെ വയറ്റിൽ തന്നെയാണോ പിറന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ ചെക്കന് സങ്കടം സഹിക്കാൻ പറ്റാതെ ആ ചെക്കൻ, ഗോവിന്ദപുരത്തുള്ള ചെക്കൻ സൂയിസൈഡ് ചെയ്തപ്പോഴാണ് ഈ 45 ലക്ഷം ആൾക്കാർക്ക് ഉണർന്നത്. ഓല് പറഞ്ഞു ഷിംജിതനെ ജയിലിലടക്കണം. ഷിംജിത ജയിലിലും ചെക്കൻ സ്വർഗത്തിലേക്കും പോയി. ശരിക്കും ഷിംജിത എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് പറ? ഷിംജിത പോളാപ്പ് നോക്കിയിട്ടൊന്ന് ഞെക്കിയാൽ പോരായിരുന്ന? പോലീസ് 7ാമത്തെ വീട്ടിൽ വന്നിട്ട് ഉണ്ടക്കണ്ണനെയും കൂട്ടിയിട്ട് പോവുമല്ലായിരുന്ന? നിങ്ങൾ 4 വയസ്സുള്ള കുട്ടിയോട് പറഞ്ഞു കൊടുക്കണ്ടേ ഇങ്ങനെ ബസ്സിൽ നിന്ന് തോണ്ടിയാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തു? നിങ്ങൾ ഇല്ല. ആണുങ്ങളെ നിങ്ങൾക്ക് ആപ്പൊന്നുമില്ല, ഉണ്ടക്കണ്ണനോ ഉണ്ടക്കണ്ണിയാറ്റം പുറകേറ്റം വന്നിട്ട് മരണം ഓട്ടോ ഓടിക്കൊള്ളുക. തെങ്ങുമ്മലാണേ തെങ്ങുമ്മൽ, ആണിയിലാണേ ആണിയിൽ ഒളിച്ചോളൂ. ആണുങ്ങൾക്ക് ആപ്പൊന്നുമില്ല. ആർക്കേ ആപ്പുള്ളൂ? ഏത് നിമിഷവും പോലീസിനെ നിങ്ങൾക്ക് വിളിക്കാം. പോലീസിനെ വിളിക്കേണ്ടുന്ന നമ്പർ 112 112. എത്രയാ? 112. ഏത് അതിന് റേഞ്ചും വേണ്ട, നെറ്റും വേണ്ട, വിളിച്ച് കിട്ടിയാൽ മതി. പോലീസ് 30 മിനിറ്റ് കൊണ്ട് പറന്നെത്തും. പോരെ? ഷിംജിത് അതിൽ വിളിച്ചാൽ മതിയായിരുന്നു, പോരായിരുന്ന? പക്ഷെ അതിൽ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നറിയോ? അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തിനേ വിളിക്കാവൂ. അതിൽ അമ്മായിയമ്മ തോണ്ടി, അതിർത്തി കോരി, മറ്റോ മാന്തി എന്നൊന്നും പറഞ്ഞ് വിളിക്കരുത്. അടിയന്തര പ്രാധാന്യത്തിന് വിളിച്ചു. അതിന് അങ്ങനെ മാന്തി എന്ന് പറഞ്ഞാലും ഞങ്ങൾ പറന്നെത്തും. പക്ഷെ പോകുമ്പോൾ കൂടി അതിലുണ്ടാവും. നമ്മൾ മനസ്സിലായില്ലേ? അങ്ങനെ നിങ്ങൾക്ക് വിളിക്കണേ 1090 ക്രൈം സ്റ്റോപ്പറിലേക്ക് വിളിക്കുക. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും വിളിച്ച് പറയാം. ക്രൈം സ്റ്റോപ്പറിലേക്ക്, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം, ഇമെയിലായി പരാതി കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും പരാതി കൊടുക്കാം. പറഞ്ഞു മനസ്സിലായല്ലോ? അപ്പോൾ പോളാപ്പും 112 ഒരു ജീവൻ മരണ പോരാട്ട നമ്പറാണ്. 10 മിനിറ്റ് കൂടുമ്പോൾ കേരളത്തിൽ പോക്കറ്റടി ബസ്സിലില്ല കേട്ടോ. മാനക്കേടൊന്നും ബസ്സിലൊന്നുമില്ല, എല്ലാം വാട്സപ്പിലും ഫേസ്ബുക്കിലുമാണ്. 10 മിനിറ്റ് കൂടുമ്പോൾ കേരളത്തിൽ ഒരുത്തൻ്റെ ഫോണിൽ നിന്ന് പൈസ പോകുന്നുണ്ട് എന്നാണ് കണക്ക്. അതുകൊണ്ട് നിങ്ങളെ പൈസ പോകുന്നതിൽ നിങ്ങളെ പൈസക്ക് ഞങ്ങൾക്ക് മൂല്യമുണ്ട്. നിങ്ങളെ മൊബൈൽ ഫോണിൽ നിന്ന് പൈസ നഷ്ടപ്പെട്ടു പോയാൽ PP എന്ന് ശബ്ദം വരുന്നുണ്ടോ നോക്കുക. PP, പൈസ പോയി എന്നാണ്. പൈസ പോയി എന്ന് കണ്ടാൽ ഉടൻ തന്നെ 1930 വിളിക്കുക. വിത്തിൻ 1 അവർ പൈസ നഷ്ടപ്പെട്ട് 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആ നമ്പറിലേക്ക് വിവരം പറഞ്ഞാൽ കേരള പോലീസ് നിങ്ങളെ പൈസ തിരിച്ചെടുത്തിട്ട് തരും. പോരെ? അത്രയേറെ ജാഗ്രത ഞങ്ങൾക്കുണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ജാഗ്രത? 10 മിനിറ്റ് കൂടുമ്പോൾ ഒരാൾ നശിക്കുന്നുണ്ട് എന്നുള്ള കാഴ്ചയാണ് ഞങ്ങളുടെ ജാഗ്രത. നിങ്ങൾ നശിക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ജാഗ്രത. പക്ഷെ നിങ്ങൾ നശിക്കൂല എന്നുള്ളതാണ്
നിങ്ങളെ അഹങ്കാരം. മനസ്സിലായില്ല? അതുകൊണ്ട് ഈ നമ്പർ വല്ല ഓർമ്മ ഉണ്ടല്ലോ. ഇനി നിങ്ങളെ മക്കൾക്ക് പിന്നെ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ, പ്രണയമുണ്ടോ, നിങ്ങളെങ്ങനെയാണ് നോക്കുക? അതിന് വളരെ സിമ്പിളായിട്ട് ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. മനുഷ്യന്മാർ ഉറങ്ങണം. മനുഷ്യന്മാരെ ഉറങ്ങും. നിങ്ങൾ ഉറങ്ങുമോ? രാവിലെയാണോ രാത്രിയാണോ 13 ഉറങ്ങേണ്ടത്? രാത്രി. എത്ര മണിക്കൂർ ഉറങ്ങണം ഒരു മനുഷ്യൻ? 7 മണി മുതൽ 8 മണിക്കൂർ. വായിക്കുന്ന, കളിക്കുന്ന, അടുക്കളപ്പണിയെടുക്കുന്ന ഏത് മനുഷ്യനും 8 മണിക്കൂർ ഉറങ്ങണം. രാത്രിയാണ് ഉറങ്ങേണ്ടത്. ഇതുമാത്രം മതി നിങ്ങളെ കുടുംബം രക്ഷപ്പെടാൻ. വേറൊരു സൊല്യൂഷനും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മനുഷ്യന്മാർ ഉറങ്ങണം, രാത്രി ഉറങ്ങണം. അതുകൊണ്ട് നിങ്ങളെ വീട്ടിൽ ഇന്ന് മുതൽ നിങ്ങളെ മക്കൾ രാത്രി 10 മണിക്ക് ഉറങ്ങട്ടെ, 6 മണിക്ക് എണീക്കട്ടെ. 10 മണിക്ക് മക്കൾ ഉറങ്ങണമെങ്കിൽ ആരുറങ്ങണടാ? കേട്ടിക്കല്ലേ? ആരാന്നറിയോ? മക്കൾ 10 മണിക്ക് ഉറങ്ങണമെങ്കിൽ അമ്മ ഉറങ്ങണം. എൻ്റെ വീട്ടിൽ ഞാൻ ലഹരിക്കെതിരെയുള്ള പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോണിനെതിരെയുള്ള പോരാട്ടം നടത്തിക്കഴിഞ്ഞു. എൻ്റെ മക്കൾ നശിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു. ആ പോരാട്ടത്തിൻ്റെ ഭാഗമായി ഞാനും ഭാര്യയും മക്കളും 18 വയസ്സ് വരെ ഒരു കട്ടുമ്മ കിടക്കാൻ തീരുമാനിച്ചു. നല്ല രസമാട്ടോ. എൻ്റെ അവിടെ 4 കിടക്കേണ്ട കട്ടിലില്ല, 3 കിടക്കേണ്ടേ ഉള്ളൂ. ഈമൽ കിടക്കുമ്പം നമ്മൾ 7ാം ക്ലാസ്സിലെ ബെഞ്ച് പോലെ ഇങ്ങൊന്നൊന്നും ഉന്തിയാൽ അങ്ങൊന്നൊന്നു പോവും, അങ്ങൊന്നൊന്നും ഉന്തി. അതുകൊണ്ട് ഞാളല്ലോ എന്നെ പിടിച്ച് ചെക്കനെ പിടിച്ച് വീണ എല്ലാത്തിനും പിടിച്ചോളൂ. പക്ഷെ ഇങ്ങനെ 4 ദിവസം കിടന്നപ്പോൾ എൻ്റെ 6ാം ക്ലാസ്സിലുള്ള 2K കിഡ് ജെൻസി ചെക്കൻ ചോദിച്ചു, അല്ലച്ചാ ഇവിടെ 5-6 ബെഡ്റൂം ഉണ്ടായിട്ട് ഇങ്ങനെ ഇങ്ങനെ മരക്കുച്ചി പോലെ ഇങ്ങനെ കിടക്കണോ? ന്യായമായ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. കൃത്യമായ മറുപടി ആയിരിക്കണം. ഞാൻ പറഞ്ഞു, മോനെ നമ്മൾ എന്തിനാ കിടന്നേന്നറിയോ? എൻ്റെ അമ്മ ഒളിച്ചോടുമ്പം ഉമ്മക്ക് പിടിക്കണം, എൻ്റെ പെങ്ങളോടുമ്പോൾ നമുക്ക് എല്ലാം കൂടി പിടിക്കണം. എന്നെ ഇനി ആർക്കും വിട്ടുകൊടുക്കരുത്. പിന്നെ ഞാളും വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞപ്പോൾ ഈ അന്തം വിട്ട ജൻസി പറഞ്ഞ മറുപടി എന്നറിയോ? അച്ഛനല്ല ഇതുവരെ കിട്ടിയെന്നെ ഭാഗ്യം, പണ്ടേ കിടക്കേണ്ടതായിരുന്നു നമ്മൾ എന്ന്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം അച്ഛൻ ഒളിച്ചോടുമെന്ന് നശിച്ചു പോകുമെന്ന് പേടിയുള്ള ഒരു 6ാം ക്ലാസ്സുകാരൻ്റെ അച്ഛനായി എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. എൻ്റെ അമ്മ ഒളിച്ചോടി പോകുമെന്ന് ആശങ്കയുള്ള ഒരു 9ാം ക്ലാസ്സുകാരിയുടെ അച്ഛനായി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ഏറ്റവും വലിയ ശക്തി. അങ്ങനെ പരസ്പരം നശിക്കുമെന്ന് പേടിയില്ല, ഒറ്റക്കെട്ടായി കട്ടുമ്പോൾ ഇങ്ങനെ മരക്കുറ്റി പോലെ കിടക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഒരു കാര്യം കൂടി ചെയ്തു, ഈ ഫോണിനെ ബെഡ്റൂമിൽ നിന്ന് അങ്ങ് മാറ്റി. 9:55 ആൾ കിടക്കുമ്പോൾ എന്താ രസം അറിയോ? ഇപ്പം ഭാര്യ എന്നോട് സംസാരിക്കുന്നുണ്ട്, മക്കൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്, അടികൂടുന്നുണ്ട്, ഉരുണ്ട് കെട്ടി മറിയലാണ്. സ്കൂളിലെ കാര്യങ്ങളെല്ലാം കുട്ടി പറയുന്നത്. അങ്ങനെ കുട്ടിയെ കേൾക്കാൻ അച്ഛനും അമ്മയും തയ്യാറായാൽ കുട്ടി കാട്ടിൻ്റെ കുറ്റിയിൽ കോന്തപ്പനോട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഭാര്യയോട് ഭർത്താവ് സംസാരിച്ച് അവൾ ഒളിച്ചോടേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കൾക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഭാര്യനെ ഞാൻ കെട്ടിപ്പിടിച്ചില്ല, അവളെ കെട്ടിപ്പിടിക്കുക 100 കണക്കിന് ആളുണ്ട് എന്നുള്ള നല്ല ബോധം എനിക്കുണ്ട്. 10ാം ക്ലാസ്സിലും ഡിഗ്രി ഗ്രൂപ്പെല്ലാം ഉണ്ട്. അതിൽ വർത്താനം പറയുമ്പോൾ ഒക്കെ എന്തോ ഒരു കൊതി ഇങ്ങനെ കിട് എന്നോട് പറയാം എന്നുള്ളത്. 10ാം ക്ലാസ്സിലെല്ലാം ഓട് വർത്താനം പറയുന്നത് കേൾക്കണം. തിന്നോടാ വന്നോടാ എന്നോട് വേണേ തിന്നോടാ അങ്ങനെ. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കെൻ്റെ ഭാര്യനെ നല്ല പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ അവളെ സ്നേഹിക്കേണ്ടത് ആരാവശ്യമാണ്? എൻ്റെ ആവശ്യമാണ്. എൻ്റെ മക്കളോട് സംസാരിക്കേണ്ടത് ആരാവശ്യമാണ്? എൻ്റെ ആവശ്യം. ഞാൻ സംസാരിച്ചിട്ടില്ല എങ്കിൽ പറഞ്ഞോ, മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് കയറി വരും. അതിൻ്റെ പേര് ലഹരിയാവാം, കള്ളാവാം, കഞ്ചാവാം, കാമുകനാവാം, എന്തുവാം, പ്രണയമാവാം. അവിടെ ഫോണ് രാത്രിയാണല്ലോ ഇതെല്ലാം. അതുകൊണ്ടാണ് ഞാൻ ഒന്നിച്ച് കിടന്നതിനാണ്. ഇവകൾ ഫോൺ കൊണ്ട് കളിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയണ്ടേ? ചെക്കന് രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് ഞാൻ അറിയണ്ടേ? അതുകൊണ്ട് 18 വയസ്സ് വരെ തീരുമാനിച്ചാൽ ആർക്കും വിഷമമില്ല. ഞങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങളും അത് ചെയ്യുക. മക്കളെ ചേർത്ത് പിടിക്കുക, നശിക്കാതിരിക്കാൻ. നശിച്ചു കഴിഞ്ഞിട്ട് വേണം വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞ 6 നമ്പറും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? 6 നമ്പറും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങളെ തലച്ചോറ് പെർഫെക്റ്റാണ്. നിങ്ങൾക്ക് ഒരു തരി പെരാന്തില്ല. 6 നമ്പറിൽ പകുതി നമ്പറേ ഓർമ്മ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് പകുതി പെരാന്താണ്. ഒരു നമ്പർ ഓർമ്മയില്ല എങ്കിൽ എൻ്റെ കരുനാവായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. എല്ലാ തലച്ചോറ് സമൃദ്ധമാവട്ടെ, എല്ലാവർക്കും ചിരിക്കാൻ കഴിയട്ടെ. ഞാൻ ക്ലാസ് എടുത്തിട്ട് നിങ്ങൾ നന്നാവോ? ഞാൻ ഇത്ര ക്ലാസ് എടുത്തിട്ട് എൻ്റെ ക്ലാസ് എടുത്തിട്ട് ആരും നന്നായിക്കില്ല. നിങ്ങളും നന്നാവുന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ല. പിന്നെ ഞാൻ വന്നത് എന്തിനാണെന്നറിയോ? ഒന്ന് ഗോപാലേട്ടൻ്റെ സ്നേഹത്തിന് മുമ്പിലാണ് ഞാൻ വന്നത്. രണ്ടാമത്തെ നിങ്ങളെ നന്നാക്കുവാനൊന്നുമല്ല. നിങ്ങൾ തെറ്റ് ചെയ്താൽ എവിടെ പോവും? ജയിലിൽ പോയാൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണുമോ ഇല്ലയോ? കാണും. കേരളത്തിലെല്ലാ ജയിലിലും 3ാമത്തെ ഞായറാഴ്ച 2 മണിക്ക് എൻ്റെ ബോധവൽക്കരണ ക്ലാസ് ഉണ്ട്. നിങ്ങളെല്ലാം അവിടെ ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുത്തത്. എന്തായാലും നമുക്ക് എവിടെ വെച്ച് കാണണം?
ജയിലിൽ വെച്ച് കാണാമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അവിടെ ജയിലിൽ ഇങ്ങനത്തെ കളർഫുൾ ഡ്രസ്സൊന്നുമില്ല. ബോബി ചെമ്മണ്ണൂരിൻ്റെ ഡ്രസ്സാണ് ജയിലിലെ യൂണിഫോം. ഇവിടെ നമ്പർ ഉണ്ടാവും. സ്ത്രീകളെല്ലാം പറ്റ മുടി 2 എണ്ണം ഇങ്ങനെ കെട്ടണം. ആണുങ്ങളെ എല്ലാവരും പറ്റ മുടി വെട്ടണം. നിലത്തിരുന്നിട്ടാണ് ബോധവൽക്കരണ ക്ലാസ്. 3-ാമത്തെ ഞായറാഴ്ച 2 മണിക്ക് ഞാൻ പുറകുവശത്തുകൂടി വരും. നിങ്ങൾ കളർഫുൾ അല്ലാത്തതുകൊണ്ട് എനിക്ക് നിങ്ങളെ മനസ്സിലാവില്ല. നിങ്ങൾക്ക് എന്നെ മനസ്സിലാകുമോ ഇല്ലയോ? നിങ്ങൾക്ക് എന്നെ മനസ്സിലായാൽ ഞാൻ നടന്നു വരുമ്പോൾ 13 ഇങ്ങനെ വിളിക്കണം. അപ്പം ഞാൻ നിങ്ങളെ നോക്കും. അപ്പോൾ നിങ്ങൾ പറയണം പെരുന്താറ്റിൽ ഗോപാലേട്ടൻ എന്ന് പറയുമ്പോൾ എൻ്റെ ക്ലാസ് കേട്ട ഒന്നും കൂടി ഇവിടെ എത്തിയല്ലോ പടച്ചോനെ എന്നുള്ള ആത്മസംതൃപ്തിയാണ് ഈ ക്ലാസ്സിന് അടിസ്ഥാനം. എന്തായാലും പെരുന്താറ്റിൽ ഗോപാലേട്ടൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു ഹൃദയത്തോട് ചേർത്ത് വെച്ച ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നമ്മളോടൊപ്പം ഇത്രയും നേരം ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുവാണ്. ഇത്രയും നേരം നമ്മൾ 2K കിഡ്സിനെ കുറിച്ച് പറഞ്ഞത് 14 മിനിറ്റിലപ്പുറം പോലും കസേലമ്മൽ അടങ്ങി ഒതുങ്ങി ഇരിക്കൂല എന്നാണ്. പക്ഷേ ഈ ക്ലാസ് തുടങ്ങി ഏകദേശം 1.5-2 മണിക്കൂറാവാറായി. ഇത്രയും സമയം ആ കുട്ടികൾ എന്നെ നോക്കിയിരുന്നിട്ടുണ്ട് എങ്കിൽ ആ കുട്ടികൾക്ക് തലച്ചോറുണ്ട് എന്ന്, നല്ലൊരു മനസ്സുണ്ട് എന്ന്, നല്ല മനുഷ്യാത്മാക്കളാണെന്ന് അഭിമാനപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ മക്കളെ ചേർത്ത് പിടിക്കാനും ഇതേപോലെ ഇരുത്താനും നിങ്ങൾക്ക് കഴിയുമാറാകണം. അതേപോലെ ഈ അമ്മമാർക്കൊക്കെ വിശപ്പുണ്ട്. എന്നെ മുയിച്ചിട്ടാണെങ്കിലും ശപിച്ചിട്ടാണെങ്കിലും ഇത്രയും നേരം മുന്നിലിരിക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കും നല്ല എന്തെല്ലോ ഒരു കഴിവല്ലുണ്ട്. ഇതേപോലെ ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ചിരുന്ന് പൊതുസ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നത്, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ഒന്നിച്ച് യാത്ര ചെയ്യുന്നത് കാണുവാൻ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. അതിന് ഗോപാലേട്ടൻ്റെ ഓർമ്മകൾ നമുക്ക് കരുത്തു പകരട്ടെ. ഇങ്ങനെയുള്ളൊരു മഹാനായ മനുഷ്യൻ നടന്ന മണ്ണ്, പൊതു ഇടങ്ങൾ വളർത്തിയ മണ്ണ് നമ്മുടെ മനുഷ്യന്മാർക്കും പൊതു ഇടങ്ങളാക്കി മാറ്റാൻ നിങ്ങൾക്കും എനിക്കുമൊക്കെ കഴിയുമാറാകട്ടെ എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി സ്മൃതി സംഗമത്തിൽ എന്നെ ക്ഷണിച്ചതിന്, എന്നെ ശ്രവിച്ചതിന് സംഘാടകരോടും എല്ലാവരോടുമുള്ള ഹൃദയത്തോട് ചേർത്ത് വെച്ച നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.